Hi. Um, this is very personal journaling. അങ്ങനെ നിങ്ങളെല്ലാവരും കാണണം എന്നൊന്നുമില്ല. എൻ്റെ ഒരു വർഷത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു ജേർണലിംഗ് ആണ്. ബിക്കോസ് ടുഡേ ഇസ് മൈ ബർത്ത്ഡേ. ഇന്ന് എൻ്റെ പിറന്നാളാണ്. എനിക്ക് 23 വയസ്സായി. ഇന്നത്തേക്ക് 2026 മാർച്ച് 13 ഒരു 9-9:30 ആയിട്ടുണ്ട് സമയം. ഇപ്പോഴാണ് പക്ഷേ സമയം കിട്ടിയത്. എല്ലാ വർഷവും ഞാൻ ഈ ജേർണലിംഗ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് അടുത്ത വർഷം ഇത് കാണുമ്പോൾ ഒരു രസമാണ്. കഴിഞ്ഞ വർഷം ചെയ്തത് ഇപ്പം കാണാറുണ്ട് ഞാൻ എടുക്കും. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാനൊന്ന് വെറുതെ ഒന്ന് കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം മാറ്റങ്ങൾ വന്നു എന്നുള്ളത്. 2025 മാർച്ച് 13 ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് ഇന്ന് 2026 മാർച്ച് 13 വേറൊരു ഇതുപോലൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള വീഡിയോ എടുക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു റോളർ റൈഡൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നൊരു ഫീലാണ് ലിറ്ററലി ഉള്ളത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര നൈസായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ബട്ട് ഇറ്റ്സ് ഹാർഡ് ടു. സോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മൊത്തം കഥ നമുക്ക് ചെറുതാക്കി ഒന്ന് പറഞ്ഞു പോവാം. സീരിയസ്ലി ഇതെൻ്റെ ഭയങ്കര പേഴ്സണൽ ജേർണലിംഗ് ആണ്. സത്യമായിട്ടും ഇതിൽ നിങ്ങൾക്ക് കിട്ടാനൊന്നുമില്ല. സോ ഞാൻ വെറുതെ എനിക്ക് എൻ്റെ അക്കൗണ്ട് ഈസ് മൈ ആൽബം. സോ ഞാനതിൽ ചുമ്മാ കീപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു എന്ന് മാത്രം. ഡിസ്ക്ലൈമർ. ഓക്കെ, അപ്പം കാര്യത്തിലോട്ട് വരാം. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് മഞ്ചേരിയാണ്. ഞാൻ അവിടെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2025 എൻ്റെ ബർത്ത്ഡേ ഉണ്ടാവുന്നത്. ഒരു 2 months കഴിഞ്ഞപ്പോഴേക്ക് ഐ ജസ്റ്റ് റിസൈൻ ഫ്രം ദ. 2 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടി, കറണ്ട് ഞാൻ UK, സോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ എന്നെ ആവശ്യമുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ബിക്കോസ് ആസിക്കുട്ടി എൻ്റെ വല്യമ്മയ്ക്ക്, അമ്മച്ചിൻ്റെ അമ്മക്ക് വയ്യാണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പം ഒരു ഹാൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, ഒരു ചെറിയ ഒരു സാധനം, ഒരു ഹെൽപ്പ് സാധനം, അതവിടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലൊരു സമയം ആണ്. അതെല്ലാം കൂടെ കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ റിസൈൻ ചെയ്യാം. ഞാൻ റിസൈൻ ചെയ്തു, വീട്ടിൽ പോയി. ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു ഡിസിഷൻ ഉണ്ടല്ലോ, ഞാൻ ആ വീട്ടിൽ പോകാൻ എടുത്തതായിരുന്നു ഈ വർഷത്തെ ഏറ്റവും അടിപൊളി ഡിസിഷൻ അതായിരുന്നു. കഴിഞ്ഞൊരു 4-4.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ അങ്ങനെ ഒരു 1-2 ആഴ്ചയിൽ കൂടുതൽ നിന്നിട്ടില്ല. സത്യമായിട്ടും നിന്നിട്ടില്ല. ഒരു ഏറിപ്പോയാലും 2 ആഴ്ച 3 ആഴ്ച മാക്സിമം. എനിക്കൊരു ഓർമ്മയില്ല ഞാൻ 3 ആഴ്ച നിന്നതായിട്ട്. അതിൽ കൂടുതൽ ഞാൻ നിൽക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, പക്ഷെ ഞാൻ നിൽക്കാറില്ല. പക്ഷെ അപ്പം എൻ്റെ ആവശ്യമുണ്ട്. അതുവരെ എൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ എനിക്കങ്ങനെ നീഡായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. ആസിക്കുട്ടിയുടെ അടുത്ത് ഭയങ്കര അടിപൊളിയായിട്ട് എൻ്റെ വീട്ടിലെൻ്റെ ഉമ്മച്ചിൻ്റെ കൂടെ ഞാൻ ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റ് ആയ ഒരു ഇയർ 2026 to 25. എൻ്റെ ഒരു 22 to 23 വരെയുള്ള ഒരു ജേണി എന്ന് പറയുന്നത്. ആസിക്കുട്ടി ഇപ്പം ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ എല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ എം സാറ്റിസ്ഫൈഡ് ഇൻ ദോ. എനിക്കങ്ങനെ അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ, എനിക്കൊന്നും അങ്ങനെയല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാവാൻ കാരണം ഞാൻ കുറച്ച് അധികം കാലം അവിടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. ഇറ്റ് വാസ് കുറച്ച് മാസങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ. കുറേ കാലത്തിന് ശേഷം ഭയങ്കര നൈസായിരുന്നു. അതായത് പണിയൊന്നും എടുക്കണ്ട. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇന്നിപ്പോൾ എനിക്ക് 6 hours ഷിഫ്റ്റ് ആയിരുന്നു, നാളെ എനിക്ക് 8 hours ഷിഫ്റ്റ്. അപ്പോൾ ലോങ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ പണ്ടാറടങ്ങും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എന്തിൻ്റെ കേടായിരുന്നു എനിക്ക് വീട്ടിൽ വെച്ചിൻ്റെ ഫുഡ്. സോ ഒന്നും ആലോചിക്കണ്ട, ഫോണും കളിച്ച് ഇങ്ങനെ ഇരിക്കുക, എൻ്റെ കാര്യങ്ങൾ ചെയ്യുക. പണിക്ക് പോകണമെന്നോ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നിനും ഒരു കാര്യത്തിനും എന്നെ ഫോഴ്സ് ചെയ്യാറില്ല.
എന്തിൻ്റെ കുത്തിക്കഴിപ്പായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരാമെന്നൊക്കെ ഞാൻ ചില പോയിന്റിൽ ചിന്തിക്കും. ബട്ട് ഞാൻ എടുത്ത ഈ ഡിസിഷനും ഭയങ്കര നൈസായിരുന്നു. അത് വേറെ കാര്യം, അതിലോട്ട് ഞാൻ വരാം. പക്ഷെ രാവിലെ എണീക്കുക, ചായ കുടിക്കുക, ഉമ്മൻ്റെ കൂടെ ഇരിക്കുക, ഉമ്മക്ക് ഗുളി കൊടുക്കുക, ചോറ് ഫുഡ് കൊടുക്കുക. അത് ഭയങ്കര ഒരു നൈസ് പരിപാടിയായിരുന്നു. കാരണം ഉമ്മ കഴിക്കൂല, ഉമ്മ മരുന്ന് കുടിക്കൂല. അപ്പോൾ ഇതൊക്കെ കഴിപ്പിച്ചെടുക്കണമെങ്കിൽ കുട്ടികളെ പിന്നാലെ നമ്മൾ നടക്കുമല്ലോ, അതുപോലെ നടക്കും ഞാൻ. അങ്ങനെ ഉമ്മനെ കൊണ്ട് ഇതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ കുറേ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ഉമ്മയൊക്കെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഉമ്മച്ചി വർക്ക് കഴിഞ്ഞ് വരാൻ സമയം. അപ്പോൾ ഒരു കട്ടൻ ചായ അത് ഇട്ടവിടെ വയ്ക്കും. ഞാൻ ഇട്ട് വയ്ക്കുകയുള്ളൂ. ഞാൻ വീണ്ടും ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഉമ്മി സംസാരിക്കും, ഞാനും സംസാരിക്കും. അല്ലെങ്കിൽ നമ്മൾ ലൗഡ് സ്പീക്കർ ഇടും. പിന്നെ കുറേ കഥകളൊക്കെ പറയും. ഹാർഡായിരുന്നു ഒരു പോയിന്റ് ഉമ്മാക്ക്. എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ഫിസിക്കലി എനിക്കത് സ്മൂത്ത് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മെൻ്റലി ഞാനത് സ്മൂത്താക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറേയൊക്കെ അതിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഐ മിസ് ഹർ. എനിക്ക് ഭയങ്കര വലിയൊരു സപ്പോർട്ട് സിസ്റ്റമായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഞാൻ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവാൻ എനിക്കറിയില്ല, ബാക്കിയുള്ളവരോട് എങ്ങനെ അത് വിശദീകരിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ അറിയുന്ന കുറേ പേർക്ക് അറിയാം ഹൗ മച്ച് ഷീ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ് എന്നുള്ളത്. ഞങ്ങൾ 10-13 വർഷമായിട്ട് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ടോം ആൻഡ് ജെറി ഒരു പരിധി വരെ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നമ്മളെത്ര ഇമ്പോർട്ടൻ്റ്, നമ്മളെത്ര ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ. ഞാൻ ഒരു 2 weeks ഒക്കെ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ വീട്ടിൽ ചില ഉമ്മൻ്റെ മുഖം ഉണ്ടോ അങ്ങനെ കടുന്നൽ കുത്തിയ പോലെ. അതിൻ്റെയൊക്കെ വീഡിയോസ് ലിറ്ററലി എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം എന്തമ്മ അപ്പം അമ്മേൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ വരാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ്. ഞാൻ അത്യാവശ്യം നല്ല ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇട്ടു. അപ്പോൾ എനിക്ക് എന്തിനാ ഇത്ര ഇടുന്നത്? അപ്പം നമുക്ക് ഇത് ഇഷ്ടമില്ല, ഞാൻ ഭയങ്കര ഡാർക്കായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പോൾ എന്നോടേക്ക് എന്തിനാ? അപ്പോൾ ഞാൻ ഇത്ര ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ? അല്ല. പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് ഇപ്പോഴും എൻ്റെ ഫോണിൽ. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ പീരീഡ് ഇൻ മൈ ലൈഫ്. ഞാൻ ഭയങ്കര അധികം ഫാമിലിയായിട്ട് കണക്റ്റായി. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ബിക്കോസ് എനിക്ക് അതിൽ കുറേ പറയാനുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു സമയം തന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇയറിൽ എൻ്റെ ഈ ഒരു ഇതുപോലൊരു ജേർണലിങ്ങിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ 21-22 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് വളരെ ലിഗ്സി ആയിട്ട് പോയിരുന്ന ഞാൻ ഒരിക്കലും ഈ ഒരു പുതിയ വർഷത്തിൽ അങ്ങനെ ആയിരിക്കില്ല ഐ ഡു സംതിങ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നല്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഇയറിൽ ഞാൻ ഫുൾഫിൽ ചെയ്തു. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടോ ആയിരുന്നു. അത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ഓട്ടോ ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ഈസി, ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തെ രാജ്യത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊക്കെ ഇങ്ങനെ പേപ്പർ ശരിയാക്കണം. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, ഈവൻ ബാങ്ക് ലോൺ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടെ ഓടുന്ന സമയത്ത് ഒരു പോയിന്റിൽ ഇപ്പം അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം സെറ്റാകുമ്പോൾ മെഡിക്കല്, പർച്ചേസ്, വിസ, അത് ഇതിനെല്ലാം നമ്മൾ ഓടണമല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചില സമയത്ത് ലോസ്റ്റ് ആവുമായിരുന്നു. ഞാൻ വിചാരിക്കും നിർത്തിയിട്ട് പോയാലോ, ഇതൊന്നും വർക്കാവില്ല, ഇതൊന്നും എനിക്ക് ശരിയാവില്ല എന്നൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ആഗ്രഹത്തിനപ്പുറത്ത് അതെനിക്കൊരു വാശിയായിരുന്നു ഞാൻ ഇവിടെ എത്തണം എന്നുള്ളത്. അതിൻ്റെ ഒരു ഇതിലാണ് ഞാനിങ്ങനെ ഓടിക്കതിച്ച് തുള്ളിച്ചാടിയൊക്കെ നിന്നിട്ടുള്ളത്. ചില സമയത്ത് ഞാൻ ഭയങ്കര അധികം കരഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റൂല എന്നെ കൊണ്ടത് എന്നുള്ളത് കരുതിയിട്ട്. ഒരു പോയിന്റിലൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ എൽഡർ ബ്രദർ എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ എനിക്കൊരു എൽഡർ സിസ്റ്ററോ ബ്രദറോ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ഭയങ്കര എൽഡർ സിസ്റ്ററായിട്ട് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. ഞാൻ ഭയങ്കര നൈസായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് ടു സേ ദസ്. ഞാനൊരു എൽഡർ സിസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കൊരു എൽഡർ വേണം എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു പവറിൽ വാഴുന്ന ഒരു സുഖം എൻ്റെ അനിയനെയൊക്കെ ഞാനിങ്ങനെ ക്ഷാഞ്ഞാമ വരപ്പിക്കും ചില കാര്യത്തിലൊക്കെ. അപ്പോൾ
പക്ഷേ ഏതൊക്കെയോ പോയിന്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഓടിയിട്ട് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, അയ്യോ അബി എന്നെക്കാളും വലിയതായിരുന്നുണ്ടെങ്കിൽ, അതായത് അബിൻ്റെ അനിയനാണ്, അപ്പം അനിയൻ ഏട്ടനായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഓടിയാൽ മതിയല്ലോ, ഭാഗം അവനും ഓടുമായിരുന്നല്ലോ എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് വേറെ സംഭവങ്ങളിലൊക്കെ. പക്ഷെ എനിക്കൊന്ന് സംസാരിക്കാൻ ആയപ്പോൾ മുതൽ, ഞാൻ അഹങ്കാരിയായപ്പോൾ മുതൽ, ഞാൻ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ തൻ്റെടിയായ കാലം തൊട്ട് എനിക്ക് അങ്ങനെ ഒരു എൽഡർ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞൊരു വർഷത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പല പോയിന്റിൽ. എനിക്കൊരു എൽഡർ ബ്രദർ വേണമായിരുന്നു, ഞാൻ ഓടിയതിൻ്റെ ഭാഗം ഓടിക്കോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു ഹാർഡ് പീരീഡായിരുന്നു. അവിടെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓടിയിട്ട് ഞാൻ തളർന്നു പോവുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ 3-ാമത്തെ ദിവസം ഞാൻ എൻ്റെ ഡെൻറ്റലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് ഓട്ടോയിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ പേരെ കാണാൻ പറ്റിയിട്ടില്ല, എനിക്ക് കുറേ പേരോട് പറയാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പം ഇതെല്ലാം കൂടെ ഓടിയിട്ട് ഞാൻ എത്താത്തതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്തൊന്നും എത്താൻ പറ്റാണ്ടിരുന്നത്. എനിക്ക് പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ ചെയ്തു തരാൻ ഒരാളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് സ്മൂത്തായിട്ട് ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്നൊക്കെ എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഞാനത് ഏതോ ഭ്രാന്തിന്ന് കയറി വന്ന പോലെ ഇരുന്നു. ബിക്കോസ് ഞാൻ അത്രയും ടയർഡായിരുന്നു, ഞാൻ അത്രയും സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഫൈനലി ഐ റീച്ച്ഡ് ഇൻ ലണ്ടൻ. ഐ ഡു മൈ മാസ്റ്റേഴ്സ് ഇൻ ഹിയർ. വിചാരിച്ച പോലെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ട അത്ര ഹാർഡ് ഫേസ് ആയിരുന്നില്ല എനിക്കിവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വന്നത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ്. സോ എനിക്കിങ്ങനെ ഒരു അറിയാത്ത രാജ്യത്ത്, അറിയാത്ത നാട്ടിൽ, അറിയാത്ത ആളുകളുടെ കൂടെ ആദ്യം തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ കുറേ നല്ല എന്താ പറയുക കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ബട്ട് പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കേട്ട അത്ര ഹാർഡായിരുന്നില്ല എനിക്ക്. ഐ ഗോട്ട് എ ഗുഡ് പാർട്ട് ടൈം. ഇപ്പോഴും ഞാൻ അതന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, പിന്നീട് ഒരിക്കലാവട്ടെ. ബിക്കോസ് കുറേ പേർക്ക് ഡൗട്ട്സും കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഇത് ഈ പാർട്ട് ടൈം പരിപാടിയും ജോബ്സും ഇവിടെ വന്നിട്ട് അതെങ്ങനെ സെർച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. എനിക്കിവിടെ വന്നിട്ട് ഒരു 1 വീക്ക് 2 വീക്സിൻ്റെ ഉള്ളിൽ ഓൾ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ്. ഞാനതിനെക്കുറിച്ച് പറയാം പിന്നീട്. ബട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാനിവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഞാൻ ഫൈനാൻഷ്യലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ ഭയങ്കര ഇൻഡിപെൻഡൻ്റായി. കൂടെ ഞാൻ ഡിപ്പെൻഡൻറ്റുമായി. അതെങ്ങനെയാണെന്നല്ലേ, അതൊരു ഫേസാണ്. എനിക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇത് സംസാരിച്ച് ഇതുപോലെ ജേർണൽ പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ആളുകൾ ഇങ്ങനെ ചുരുക്കി വരുവാണ് എന്നുള്ളത്. ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏറിപ്പോലും 3-4 ആളെ എൻ്റെ ജീവിതത്തിൽ പുതുതായിട്ട് വന്നുള്ളൂ. ഇവിടെ ഓഫ് കോഴ്സ് UK വന്ന സമയത്ത് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നു. ദാറ്റ്സ് ഓൾ. അതർവൈസ് 2 ഫ്രണ്ട്സ് വന്നുള്ളൂ അല്ലേ, പിന്നെ ഇങ്ങനെ 4 അത്രേ ഉള്ളൂ. അത്രയൊക്കെ മാറിയുള്ളൂ. പക്ഷെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇന്നും ഹാപ്പിയാണ്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു പ്രൂവ് എനിത്തിങ് ടു എനിവൺ. ഒന്നും ആരോടും പറയണ്ട, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നോ വൺ ഇസ് ജഡ്ജ്മെന്റൽ. സോ ഐ ആം വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് വെരി ഹാപ്പി. ഓക്കെയാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. ഐ എം സോ ബ്ലെസ്ഡ് ടു. എനിക്കെപ്പോഴും ഒരു എക്സ് ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഇയറിൽ എൻറ്റയർലി. ചിലതൊക്കെ ഞാൻ ഹാർഡ് വർക്കാണ് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും അതിൻ്റെ അപ്പുറത്തൊരു എക്സ് ഫാക്ടർ ഉണ്ട്. എനിക്കത് പറയാൻ ഇഷ്ടമുണ്ട്. ഉമ്മച്ചിൻ്റെ പ്രാർത്ഥനയും കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെ ഒക്കെ റിസൾട്ടാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ആയിരിക്കും, ബിക്കോസ് ചിലപ്പോൾ നല്ല ഓഫ് കോഴ്സ് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ്, അങ്ങനെ ഒരു സാധനം അതിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളും എൻ്റെ കുറേ നല്ല ഡ്രീംസ് അച്ചീവ് ചെയ്തൊരു വർഷമാണ്. ജീവിതം കുറച്ചും കൂടെ അടിപൊളിയായ ഒരു വർഷമാണ് ഇൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. ലൈഫിൽ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് ലേൺ ചെയ്ത, പുതുതായിട്ട് ടേസ്റ്റ് ചെയ്തൊക്കെ ഒരു വർഷമാണ്. ഇറ്റ് വാസ് സോ ഗുഡ് ഇയർ ഫോർ മീ. ആകെ ഒരു ഹാർഡസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞ പോലെ
13-14 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് ഇല്ല എന്നുള്ളൊരു റിയലൈസേഷൻ മാത്രമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ്സ് വെരി ഹാർഡ്. അന്നമ്മ എൻ്റെ ബർത്ത്ഡേന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉമ്മ തീരെ വയ്യാണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. വയ്യാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഉമ്മക്ക് എണീറ്റ് വരാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റാത്തൊരു ഫേസിൽ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കുറച്ചൊക്കെ ഞാൻ കൊറിയർ അയക്കുക. അപ്പോൾ പെട്ടി അതിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ആൾ കാരൊക്കെ ഉണ്ട്, അവൾക്ക് എടുത്തു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാരക്ക എൻ്റെ പെട്ടിയിൽ വെച്ചു. ഞാൻ കൊറിയറിലാണ് അത് വന്നത്, ഫുഡ് ഐറ്റംസും പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഉമ്മ മരിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ കാരക്ക കയ്യിൽ കിട്ടുന്നത്. എനിക്കത് കഴിക്കാൻ തോന്നിയില്ല, എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഞാനത് അവിടെ തന്നെ വച്ചു, സ്റ്റിൽ കീപ്പിംഗ് ദർ എന്നുള്ള പോലെയായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും, അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കും, പക്ഷെ എനിക്കതിന് പറ്റില്ല. ആഫ്റ്റർ ലോങ് മന്ത്സ് അതിൻ്റെ കയ്യിൽ ഇങ്ങനെ കിടന്നിരിക്കുന്നിട്ട് ഒരു പോയിന്റൊക്കെ ഞാൻ പേടിച്ചത് കേടാവൂ, അതിനു വലിയ നെറിയേട് എന്താ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊക്കെ തോന്നലൊക്കെ എനിക്ക് വന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ റംലാൻ 1 ഞാൻ വിചാരിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് ഈ റംലാൻ 1 പൊട്ടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് എടുത്തു. എനിക്ക് തോന്നി ഈ ഒരു നല്ല മാസത്തിൽ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്നെടുക്കാനാ എന്നൊക്കെ കരുതിയിട്ട് ഞാനത് എടുത്തു. ഇറ്റ്സ് വെരി ഇമോഷണൽ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഹാർഡ്, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ. എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് ഞാൻ പറയുന്നത് കണക്റ്റ് ആവുമെന്ന്. എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും അറിയില്ല ഞാൻ പറയുന്നത്. കാരണം ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. പക്ഷെ എന്നെ അറിയുന്ന എനിക്ക് ചുറ്റുമുള്ള കുറച്ച് മനുഷ്യന്മാർക്കറിയാം എനിക്കത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ. ഐ നോ ദാറ്റ് മനുഷ്യന്മാർ ജനിച്ചാൽ മരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെയൊക്കെ ഒരു വർഷമായിരുന്നു 2027. എനിക്ക് നല്ല ടെൻഷനുള്ളൊരു വർഷമാണ്. ബിക്കോസ് എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്നൊരു വർഷമായിരിക്കും. സോ ഐ ഡോണ്ട് നോ ഇത് പാസ്സാവോ ഇല്ലയോ എന്താവും. ബിക്കോസ് ഇറ്റ്സ് വെരി ഹാർഡ്. ഇവിടെ സൈക്കോളജി എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് പാസ്സാവാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ നുള്ളിയും പെറുക്കിയൊക്കെയാണ് പാസ്സാക്കി വിടുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ട്. ബട്ട് ഐ വിൽ ട്രൈ ലെവൽ മൈ ബെസ്റ്റ്. ഡെഫിനറ്റ്ലി പാസ്സാവുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ആവണം. And I have some more plans definitely. ഞാൻ എവിടെയോ ഒന്ന് സ്റ്റക്കായിട്ട് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. വേറൊരു ഭയങ്കര അടിപൊളി കാര്യം സംഭവിച്ചെന്താണെന്നറിയോ? ഞാൻ ഇഷാനിയാണെങ്കിലും കണ്ട വർഷം ഇതാ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വരുന്ന എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ അടുത്തേക്കാന്ന്. ഞാൻ ആദ്യമായിട്ട് മേമയാവുന്നത് ഇഷാനു ആയിരുന്നു ജനിച്ചപ്പോഴാണ്. മേമ എന്ന് തന്നെയല്ലേ പറയാ, എനിക്കറിയില്ല അല്ലേ? സിസ്റ്ററിൻ്റെ സിസ്റ്റർ, ഐ ഡോണ്ട് നോ, ഐ തിങ്ക് യെസ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അവരുടെ 7ാമത്തെ വയസ്സിലാണ് ഞാൻ അവരെ കാണുന്നത്. അതിനും വലിയ കോമഡി. പക്ഷെ അത് പോട്ടെ. പക്ഷെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ സൈഡായിക്കോട്ടെ മദറിൻ്റെ സൈഡായിക്കോട്ടെ ഞാൻ നോക്കുന്ന സമയത്ത് അവരാണ് എന്നെ ആദ്യമായിട്ട് ആ ഒരു പൊസിഷൻ എത്തിച്ച് നോക്കുന്ന സമയത്ത്. ഇങ്ങനെ ഈ നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവരാണ് എന്നെ ആദ്യമായിട്ട് ആ പൊസിഷൻ എത്തിച്ചത്. ബട്ട് ഞാൻ അവരെ കാണുന്ന അവരുടെ 7ാമത്തെ വയസ്സിലാണ് ഇവിടെ വെച്ചിട്ട്. അവർക്ക് ഞാൻ മമ്മ സിസ്റ്ററാണ്. ഓക്കെ, അവർക്ക് എൻ്റെ പേരോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അറിയില്ല എന്നല്ല, ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കിയിട്ടില്ല. അവരെന്നെ മമ്മ സിസ്റ്റർ എന്നാണ് വിളിക്കുക. ഞാനതിൽ ഹാപ്പിയാണ്. അവർ ഭയങ്കര നൈസാണ്. അതെനിക്ക് ഭയങ്കര, അവരുടെ കൂടെയുള്ള ടൈമുണ്ടല്ലോ എങ്ങനെ അത് പോയി പോകുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ടായിരുന്നില്ല. ആ ഒരു 2 ആളുകൾ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമായിരുന്നു. ഭയങ്കര അടിപൊളി ടൈമായിരുന്നു അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല. അവരുടെ കലവിളി, അവരുടെ അടി, അവരുടെ കച്ചറ, ഇതിൻ്റെ സോൾവിങ് ഒക്കെ നടക്കുമ്പോഴേക്ക് നമ്മൾ അടിപൊളിയായിട്ട് ആ ദിവസം അങ്ങ് പോയി കിട്ടും. പക്ഷെ ഇറ്റ്സ് നൈസ്, റിയലി നൈസ്. നമുക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ 4 അടിയും 4 ചീത്ത, അവരുടെ 4 വഴക്കും പ്ലസ് അവരുടെ 4 കുറുമ്പും വികൃതിയും അവരുടെ 4 ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യുമ്പോൾ ഇതിന് സെറ്റാവും നമ്മൾ.
സോ ആ 2 അടിപൊളി പിള്ളേർ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ഈ 1 വർഷമാണ്. അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ടുള്ളത് എപ്പോഴാണ് വന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയത് എനിക്ക് അത് കുറച്ച് പ്രായമായിട്ട് ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട് മുന്നേ, പക്ഷെ അവർ ജനിച്ചു തുടങ്ങിയാണ്. പക്ഷെ അതല്ലാണ്ട് അവരൊന്ന് വളർന്ന് അവർക്ക് എന്നെ തിരിച്ചറിയാൻ പാകത്തിന്, ഞാൻ അവരെനിക്ക് കുറച്ചും കൂടിയൊക്കെ അടുത്തറിയാൻ പാകത്തിന്, അവർക്ക് എന്നോട് സംസാരിക്കാൻ പാകത്തിന്, അവരുടെ ഹോംവർക്ക്സ് എന്നോട് ചോദിക്കാൻ പാകത്തിനൊക്കെ വളർന്നിട്ട് ഞാൻ അവരെ കാണുന്നത് ഇറ്റ്സ് ഫസ്റ്റ് ടൈം. സോ ഇറ്റ്സ് ഗുഡ്. ലൈഫ് ഭയങ്കര അപ്ഡേറ്റഡ് ആയിപ്പോടാ ഏതൊക്കെയൊക്കെ പോയിന്റിൽ. പക്ഷെ ഏതൊക്കെയൊക്കെ പോയിന്റിൽ ഞാൻ ഭയങ്കര ലോസ്റ്റുമാണ്. എല്ലാം ശരിയാവും, ബിക്കോസ് എല്ലാം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ശരിയാവും. ബട്ട് ഐ എം ഹാപ്പി, ഐ എം സോ ഹാപ്പി, ഐ എം സാറ്റിസ്ഫൈഡ്. മാഷാഅല്ലാഹ്. എനിക്കറിയാം കുറേ നല്ല ആളുകളുടെ എനിക്കിങ്ങനെ മോശം വരണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ എനിക്ക് ചുറ്റുമുണ്ടോ എന്നുള്ളത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. I know that. I'm so grateful. I really know that. I'm so happy about it. Sometimes ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ ഓവർ തിങ്ക് ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്തായിട്ട് ഞാൻ എത്ര ബ്ലെസ്ഡ് അല്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. എടാ, നമുക്ക് താഴെയുള്ളവൻ ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിക്കും, എൻ്റെ അമ്മ ആ സാധനം ഉണ്ടല്ലോ, എനിക്കത് അടിക്കാറുണ്ട് എടുക്കാം. ബിക്കോസ് നമുക്ക് എപ്പോഴെങ്കിലും ലോസ്റ്റ് ആകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പോസിറ്റീവ് സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് വാരി താഴേക്ക് ഇട്ടിട്ട് അതിലേക്കൊന്ന് ചകഞ്ഞിട്ട് എടാ ഇത് അടിപൊളിയാടാന്ന് നമ്മൾ സ്വയം ചിന്തിക്കാണ്ട് നമുക്ക് ഒരിക്കലും അവിടെ നീക്കാൻ പറ്റില്ലടാ. അതിൻ്റെ വേറൊരു സത്യം കാര്യം ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീട്ടിലൊക്കെ എനിക്ക് തിരിച്ചു പോകാൻ ഇവിടെ എന്തിനാ നിൽക്കുന്നതെന്നൊക്കെ തോന്നും. ഈ കണ്ടിന്യൂസ് അവേഴ്സ് ഷിഫ്റ്റ് ഒക്കെ എടുത്ത് വരുന്ന സമയത്ത് ഞാൻ ടില്ലിലാണ് വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഞാനൊരു ബ്രാഞ്ചിൻ്റെ ടില്ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജോലിനെ കുറിച്ചൊക്കെ പിന്നീട് ഞാൻ സംസാരിക്കാം എപ്പോഴെങ്കിലുമൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 8 hours ഒക്കെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ സിസ്റ്റത്തേക്ക് ഞാനിങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വേദന വന്നിട്ട് നീലിച്ചിട്ട് നീര് വരും. തിരിഞ്ഞടക്കാനും പറ്റില്ല, മറഞ്ഞടക്കാനും പറ്റില്ല. ഇവിടേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക, എന്തൊക്കെയോ ഒക്കെ ആയിട്ട് പോകും. ഇവിടെയൊക്കെ പൊടിഞ്ഞു പോകുന്ന പോലെയൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നും. കഴിഞ്ഞ ദിവസം ഇവിടെ നീല കളറായിട്ട് നീര് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ഷിഫ്റ്റ്സ് കഴിഞ്ഞ് വരുന്ന സമയത്ത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പോയിന്റാണ്. ഇതൊക്കെ കഴിഞ്ഞു പോവുമല്ലോ. അപ്പം ആ ഒരു സമാധാനത്തിലും ആശ്വാസത്തിലൊക്കെ നമുക്കിങ്ങനെ ജീവിക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മളെ അടുത്ത വർഷത്തേക്കുള്ളത് ഇപ്പം കണ്ടാലേ അടുത്ത വർഷം അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കഴിഞ്ഞ വർഷം കണ്ടതുകൊണ്ട് ഈ വർഷം ചെയ്തതുകൊണ്ട് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കാൻ. I got some gifts, guys. I got a cute some stuffs like a journal, diary പോലത്തെ ഒരു സാധനം, ഒരു ക്രിയേറ്റീവ് മഗ്. എനിക്കത് കാണിച്ചു തരണം. അതുകൊണ്ട് എൻ്റെ കൈ അങ്ങോട്ട് എത്തത്തില്ല. എനിക്ക് ഇവിടുന്ന് എണീറ്റ് പോയിട്ട് അത് എടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് എത്ര തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണെന്നറിയോ ജെനി എനിക്ക് തന്നിട്ടുള്ളത്. ഇറ്റ് വാസ് നമ്മളിങ്ങനെ ഈ കപ്പ് മഗ്ഗിനൊക്കെ പെയിൻറ്റ് ഈ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് അതൊരു ക്ലേ മഗ്ഗാണ്, നമ്മൾ ചായ കുടിക്കുന്ന മഗ്ഗ്. ലൈക്ക് അതിൽ കുറേ പെയിൻറ്റും ബ്രഷും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിലുള്ള ഓരോ ആർട്സും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ആ മഗ്ഗിനെ നമുക്ക് ക്രിയേറ്റീവ് ആക്കാം. ഇത് കുറേ സാധനങ്ങളൊക്കെ കിട്ടി. ആൻഡ് ഒരു പണ്ടോര, ഇറ്റ്സ് എ ബ്രാൻഡ് ഇൻ ഹിയർ. അവിടെ നിന്നൊരു ലിറ്റിൽ ജ്വല്ലറി ഗിഫ്റ്റ് കിട്ടി. And I got a lot of wishes from my colleagues and because നമ്മൾ ഈ ബർത്ത്ഡേ ഒക്കെ വന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം അത് പറയും, നിങ്ങളുടെ പിറന്നാളാണെന്നപ്പം അവരോട് അവരുടെ സിസ്റ്റം പറയും ഇന്ന് എൻ്റെ പിറന്നാളാണെന്നപ്പം കുറേ വിഷസ് കിട്ടി. എനിക്ക് ആദ്യമായിട്ട് എങ്ങനെ വേറൊരു രാജ്യത്ത് നിന്ന് വേറെ ഏതോ നാട്ട് ഞാനിന്ന് പുതിയൊരു ആളെ പരിചയപ്പെട്ടു. എൻ്റെ ഓഫീസിലൊരു പുതിയ സ്റ്റാഫിനെ. ഷീസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. സോ ആള് ഭയങ്കര പുതിയ സ്റ്റാഫാണ്. അപ്പോൾ ആള് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഓടിച്ചാടി വന്നിട്ട് അവരുടെ അടുത്ത് ബർത്ത്ഡേ ഇറ്റ്സ് യുവർ ബർത്ത്ഡേ റൈറ്റ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഒരു ലോങ് സെൻറ്റൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഓക്കെ താങ്ക് യു. അപ്പം ഞാൻ ചോദിച്ചു ആർ യു ന്യൂ ഇൻ ഹിയർ? അവരുടെ അടുത്ത് പറഞ്ഞു യാ ഐ ജസ്റ്റ് കമ്മിങ് ടു 2 months ബിഫോർ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ ഒരു പുതിയ കുട്ടീനെ പരിചയപ്പെട്ടുവരുന്നു.
ഷീസ് വെരി ക്യൂട്ട്, ഒരു ലിറ്റിൽ കുട്ടിയാണ്. എനിക്ക് അവളിപ്പോൾ +2 കഴിഞ്ഞിട്ട് 1 year ബ്രേക്ക് എടുത്തേക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അവിടെ എന്തൊക്കെയോ പ്രശ്നം, അവളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണം അവളുടെ പാരൻസും ഒക്കെ അവിടെ തന്നെയാണ്. സോ അങ്കിളും ആൻറ്റി ഇവിടെയാണ് പണ്ട് തൊട്ടേ ഉള്ളത്. അപ്പോൾ സോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവിടെ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഈ ഇയർ ഞാൻ പോയിട്ട് അടുത്ത വർഷം മുതലുള്ള എഡ്യൂക്കേഷന് പ്രയോറിറ്റി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനപ്പോൾ ബ്രേക്കിലായിരുന്നു. സോ ഷിറ്റോ I got a lot of wishes and I got a chocolate from my colleague Anna. She's in here. എനിക്കൊരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്, പറഞ്ഞു ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള സെലിബ്രേഷൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര നൈസായിട്ട് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കുറച്ച് മനുഷ്യന്മാർ മാത്രമായിട്ട് ഒക്കെ കംപ്ലീറ്റ് ആയൊരു ദിവസം, ഒരു വർഷം. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. 23 വയസ്സായി, വലിയ കുട്ടിയായി ഞാൻ. കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ് ഞാനിപ്പോൾ. ബിക്കോസ് ഇത്രയും കാലം എനിക്ക് ലയബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലായിരിക്കും. സോ ഇപ്പം എനിക്ക് ലയബിലിറ്റി ഉണ്ട്, അപ്പോൾ അതിന് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഹാഫ് അവർ ആയി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചില എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, നമുക്കൊന്ന് കേട്ടു നോക്കട്ടെ. പറ്റുവാണെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ഉണ്ടായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയില്ല, എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടിടും. Bye. See you. Yeah, okay.